വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഉടമയെയും ഡ്രൈവറെയും ആക്രമിച്ച് വാഹനവുമായി കടന്ന സംഘത്തെ കണ്ടെത്താനുള്ള വ്യാപക അന്വേഷണത്തിലാണ് 2 ദിവസങ്ങളിലായി പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദേശീയപാത 766-ൽ ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് വരികയായിരുന്ന വാഹനയാത്രക്കാർക്കു നേരെയാണ് 8-അംഗ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. സംഘം തട്ടിയെടുത്ത ഇന്നോവ കാർ ഇന്നലെ പുലർച്ചെ മുള്ളൻകൊല്ലിക്ക് സമീപത്ത് ഒരു കവലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. കുറ്റകൃത്യത്തിൽ സഹായിച്ച 61-കാരൻ ഇന്ന് പോലീസിന്റെ പിടിയിലായി. നവംബർ 4 രാത്രി 9:45 ബിസിനസ് ആവശ്യം കഴിഞ്ഞ് ബംഗളൂരുവിൽ നിന്ന് മടങ്ങുകയായിരുന്ന കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശി CS സന്തോഷ് കുമാറിന്റെ ഇന്നോവ കാറിനെ 8-അംഗ സംഘം വളഞ്ഞു. ദേശീയപാത 766-ൽ കല്ലൂർ പാലത്തിന് സമീപത്ത് വെച്ച് വാഹനം ആക്രമിച്ചു. ചുറ്റിക കൊണ്ട് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തു. സന്തോഷ് കുമാറിനെയും ഡ്രൈവറെയും മർദ്ദിച്ചു. ശേഷം 8-അംഗ സംഘം കാറുമായി കടന്നുകളഞ്ഞു. പിന്നീട് ഇതുവഴി വന്ന പച്ചക്കറി വാഹനത്തിൽ കയറി സുൽത്താൻ ബത്തേരി സ്റ്റേഷനിലെത്തിയാണ് സന്തോഷ് കുമാർ പരാതി നൽകിയത്. സംഘം തട്ടിയെടുത്ത വാഹനം ഇന്നലെ രാവിലെ 40 കിലോമീറ്റർ മാറി മുള്ളൻകൊല്ലിക്ക് സമീപമുള്ള തറപ്പത്ത് കവലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. വാഹനം കേടുപാടുകൾ വരുത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. സുൽത്താൻ ബത്തേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വാഹനം ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകാനുണ്ടായ കാരണമടക്കം പോലീസ് അന്വേഷിക്കുകയാണ്. കേസിൽ ആദ്യ അറസ്റ്റ് ഇന്നുണ്ടായി. പാടിച്ചിറ സ്വദേശി 61-കാരൻ രാജനെയാണ് ബത്തേരി പോലീസ് പിടികൂടിയത്. വാഹനം കവർച്ച ചെയ്യുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും ഇയാൾ സഹായിച്ചെന്ന് പോലീസ് കണ്ടെത്തി. ഉപേക്ഷിക്കപ്പെട്ട കാറിലെ ഡാഷ്ബോർഡിൽ നിന്ന് ലഭിച്ച തെളിവുകളാണ് പോലീസിനെ രാജനിലേക്ക് എത്തിച്ചത്. 2010-ൽ നാടൻ തോക്ക് പിടിച്ചെടുത്ത സംഭവത്തിലും 2016-ൽ അബ്കാരി കേസിലും ഇയാൾ പ്രതിയായിട്ടുണ്ട്. രാജന്റെ വീട് പരിശോധിച്ചപ്പോൾ സന്തോഷ് കുമാറിന്റെ ബാഗും വസ്ത്രങ്ങളും കണ്ടെത്തി. അക്രമി സംഘത്തെ കണ്ടെത്താൻ വിശദാന്വേഷണം തുടരുകയാണ്. രാജനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ 8-അംഗ സംഘത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, വയനാട്.